ഇനി ഞാൻ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ചോറ് ഞാൻ വേവിച്ച് മാറ്റി വെച്ചായിരുന്നു. ഇത് അതിനിടാനുള്ള വറവാണ്. ഫിഷ് അരപ്പുരട്ടി വെച്ചു. ഫിഷിൻ്റെ കറിക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ചോറ് വേവിച്ച് ഊറ്റി വെച്ചു. അപ്പം ഇത് മുകളിൽ അലങ്കരിക്കാനുള്ള, അതായത് തളിക്കാനുള്ള ഉള്ളിയാണ്. ഉള്ളി ഇങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കും. അതിന് ശേഷം ഫിഷ് കറിക്കുള്ളതെല്ലാം സെറ്റ് ചെയ്ത് കറി റെഡിയാക്കിയതിന് ശേഷം ചിക്കൻ, അതായത് ഫിഷ് ഫ്രൈ ചെയ്തിട്ടാണ് കറി വയ്ക്കുന്നത്. ഫ്രൈ ചെയ്ത് കറി വെച്ചതിന് ശേഷമാണ് വയ്ക്കുന്നത്. ഇത് മിൽക്ക് ഫിഷ് എന്ന് പറയും. ഞാനിവിടെ ഖത്തറിൽ വന്നതിന് ശേഷമാണ്. ഇത്തവണ നേരത്തെ വന്നിട്ട് ഞാൻ കഴിച്ചിട്ടില്ല, ഇപ്പോഴാണ് വന്നിട്ട് കഴിച്ചിട്ടുള്ളത്. അപ്പം അതിന് അരപ്പെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് കറിക്കുള്ളതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ തക്കാളിയും ഇതും. അപ്പോൾ കുറച്ച് മതി, അതുകൊണ്ട് ക്വാണ്ടിറ്റി വളരെ, അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ വളരെ കുറവാണ്. ഇത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷമേ ഇനി അടുത്ത പരിപാടികൾ തുടങ്ങുള്ളൂ. അപ്പം ബൈ ബൈ. ബിരിയാണി ആയതിനു ശേഷം, സെറ്റായതിനു ശേഷം അടുത്ത വീഡിയോ എടുത്ത് ഞാൻ ഇട്ടുതരാം. എനിക്ക് എപ്പോഴും വീഡിയോ ചെയ്യാനും സമയം കിട്ടാറില്ല. വീഡിയോ ഇങ്ങനെയൊക്കെ ചെയ്യണം, അതേപോലെ തന്നെ ഇങ്ങനെ നിർത്തിയൊക്കെ എടുക്കാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റേതായ കുറേ പോരായ്മകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി പഠിച്ചെടുക്കണം.